പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ നമ്മുടെ മഹത്തായ ദേശത്തിൻ്റെ പാർലമെൻറ്റിൽ ഇന്നിപ്പോൾ വളരെ നിർണായകമായ ചർച്ച ആരംഭിക്കാൻ പോകുകയാണ്. വനിതാ സംവരണ ഭേദഗതി ബിൽ ഉൾപ്പെടെ 3 പ്രധാനപ്പെട്ട ബില്ലിന് മേലാണ് ഇന്നലെ ചർച്ച ആരംഭിച്ചത്. ഈ ചർച്ചകൾക്കൊടുവിൽ വൈകുന്നേരം 4 മണിക്കാണ് ലോക്സഭയിൽ വോട്ടെടുപ്പ് നടക്കുക. അപ്പോൾ നമ്മുടെ നിയമനിർമ്മാണ സഭകൾ, പാർലമെൻറ്റ്, അതോടൊപ്പം തന്നെ 28 സംസ്ഥാനങ്ങളിലെയും 3 കേന്ദ്രഭരണ പ്രദേശത്തെയും ലെജിസ്ലേറ്റീവ് അസംബ്ലികൾ, ഇവിടെ വനിതകളുടെ പ്രാതിനിധ്യം ഇരട്ടിയാക്കുക എന്ന ചരിത്രപരമായ തീരുമാനത്തിനാണ് ഇന്നിപ്പോൾ പാർലമെൻറ്റ് സാക്ഷിയാകാൻ പോകുന്നത്. അപ്പോൾ പാർലമെൻറ്റ് നടപടികളെ പറ്റിയുള്ള വിശദാംശങ്ങൾ നൽകാൻ രാജ്യതലസ്ഥാനത്ത് നിന്നും എസ് നന്ദഗോപനാണ് ചേരുന്നത്. നന്ദൻ, ഇന്നത്തെ ദിവസം ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു ദിനമാണ്. കാരണം ഏതാണ്ട് 1996 ദേവഗൗഡ മുതൽ ഇങ്ങ് മൻമോഹൻ സിംഗ് വരെയുള്ള പ്രധാനമന്ത്രിമാരുടെ കാലഘട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു എന്നതിലപ്പുറം ഈ ബില്ല് കീറിക്കളയുകയായിരുന്നു പാർലമെൻറ്റിനകത്ത്. പക്ഷേ നരേന്ദ്രമോദിയുടെ കാലത്ത് ഇതാ മറ്റൊരു സുപ്രധാനമായ ബില്ല് കൂടി നമ്മുടെ പാർലമെൻറ്റിൽ പാസ്സാകാൻ പോകുന്നു. ഇന്ന് എപ്പോഴാണ് ചർച്ചകൾ ആരംഭിക്കുന്നത്? വോട്ടിംഗ് 4 മണിക്ക് തന്നെ നടക്കുമോ? പ്രതിപക്ഷത്തിൻ്റെ നിലപാടെന്തായിരിക്കും? ഗൗതം, രാവിലെ 11 മണിക്ക് സഭാ നടപടികൾ ആരംഭിക്കും. ലോക്സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ന് 5 മണിക്കൂർ കൂടി നടക്കേണ്ടിയിരിക്കുന്നു. അതായത് മൊത്തം ലോക്സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് 18 മണിക്കൂർ ചർച്ചകളായിരുന്നു നിശ്ചയിച്ചിരുന്നത്. ഇന്നലെ ഏതാണ്ട് 13 മണിക്കൂറിലോളം ചർച്ചകൾ ഇന്നലെ നടന്നു. ഏതാണ്ട് 1 മണിയോടുകൂടിയാണ് ഇന്നലെ ലോക്സഭ പിരിഞ്ഞത്. അതിനുശേഷം ഇന്നിപ്പോൾ 11 മണിക്ക് ചേരുമ്പോൾ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും. ഇന്നലെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട് വലിയ വാഗ്വാദങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പ്രതിപക്ഷം സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തി. എന്നാൽ സർക്കാർ കൃത്യമായി തന്നെ ഓരോ പോയിന്റുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറുപടി നൽകിയിരുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ സഭയിൽ സംസാരിക്കുകയുണ്ടായി. ചരിത്ര നിമിഷമാണ്, അല്ലെങ്കിൽ ഇതിഹാസം രചിക്കുകയാണ് ഭാരതം എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇത് കേവലം രാഷ്ട്രീയത്തിൻ്റെ അളവുകോൽ കൊണ്ട് മാത്രം അളക്കേണ്ട ഒന്നല്ല, മറിച്ച് 2047 എന്നുള്ള ഭാരതത്തിൻ്റെ പ്രയാണത്തിലേക്ക് അതിലുള്ള ഒരു കാൽവെപ്പാണ് ഈ സ്ത്രീ സംവരണം എന്നുള്ളതായിരുന്നു പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. ഇതിൽ പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണ സഹകരണം അദ്ദേഹം അഭ്യർത്ഥിക്കുകയുണ്ടായി. എന്നാൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും രൂക്ഷ വിമർശനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ബില്ല് പരിഗണിക്കണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് പോലും വോട്ടെടുപ്പിലൂടെയായിരുന്നു ഒരു തീരുമാനം ഉണ്ടായിരുന്നത്. അതിനുശേഷം വോട്ടെടുപ്പിൽ ഭരണപക്ഷത്തിനായിരുന്നു അനുകൂലമായൊരു വിധിയുണ്ടായത്. എന്നാൽ ഇന്നിപ്പോൾ വൈകുന്നേരം 4 മണിക്ക് വോട്ടെടുപ്പ് നടക്കുമ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലായതുകൊണ്ട്, അതായത് ഭരണഘടനാ ഭേദഗതി ബില്ലായതുകൊണ്ട് തന്നെ 2/3 ഭൂരിപക്ഷം പാർലമെൻറ്റിൽ വേണമെന്നുള്ളതാണ്. അതായത് നിലവിൽ ഇപ്പോൾ ഹാജരായിരിക്കുന്ന അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം ഉണ്ടായാൽ മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബിൽ പാസ്സാകത്തുള്ളൂ എന്നുള്ളതാണ്. സ്വാഭാവികമായും നിലവിലെ ഒരു സാഹചര്യത്തിൽ NDAക്ക് 2/3 ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറിച്ച് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഏതെങ്കിലും മറ്റു തരത്തിലുള്ള, അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളിൽ ആരെങ്കിലും മറ്റു തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയാൽ മാത്രമേ ഇന്ന് ഈ ബില്ല് പാസ്സാകാൻ ഇടയാകൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇതിൽ 2 ഘടകങ്ങൾ, നേരത്തെ സൂചിപ്പിച്ച പോലെ 2/3 എന്നുള്ള ഘടകവും മൊത്തം അംഗങ്ങളിൽ നിന്നും മെജോറിറ്റി നേടണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം നേടണം എന്നുള്ളതാണ് മറ്റൊരു വ്യവസ്ഥ. ആ വ്യവസ്ഥ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും അത് NDAക്കും BJPക്കും അനുകൂലമാണ്. എന്നാൽ 3/2 ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ നിലവിലെ ഒരു സാഹചര്യത്തിൽ അത് NDAക്ക് അനുകൂലമല്ല സഭയിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ 4 മണിക്ക് നടക്കുന്ന വോട്ടെടുപ്പ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ഈ ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കാൻ കഴിയുമോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ്. ഏതായാലും പ്രതിപക്ഷം ഈ ഒരു വിഷയത്തിൽ നിലപാടെടുത്തിരിക്കുന്നത് ഇത് സർക്കാരിൻ്റെ രാഷ്ട്രീയ നാടകം മാത്രമാണ് എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നാടകം കളിക്കുകയാണ് എന്നൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്നലെ ഗൗരവ് ഗഗോയൊക്കെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. എന്നാൽ കൃത്യമായ ഭാഷയിൽ, അല്ലെങ്കിൽ ശക്തിയുക്തം തന്നെ അതിനെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ എതിർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രതിപക്ഷം പ്രധാനമായും ഇതിൽ ഉന്നയിക്കുന്ന ഒരു വലിയ ആക്ഷേപം ഈ വനിതാ സംവരണ ബില്ലിൻ്റെ മറവിൽ കേന്ദ്ര സർക്കാർ ഡീലിമിറ്റേഷൻ ബില്ല് കൂടി പാസ്സാക്കാൻ നിൽക്കുന്നു, മണ്ഡല പുനർനിർണ്ണയം കൂടി ഇതിൽ നടത്തുന്നു എന്നുള്ളതാണ്. ഈ മണ്ഡല പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം കുറയുമെന്നുള്ള ആക്ഷേപമാണ്. എന്നാൽ അതിന് കണക്കുകൾ നിരത്തിക്കൊണ്ടായിരുന്നു ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ വ്യക്തമാക്കിയിരുന്നത്. അതായത് നിലവിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളം മാത്രം പരിശോധിച്ചാൽ നിലവിൽ 20 അംഗങ്ങളുണ്ട്. എന്നാൽ മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം അത് 30 അംഗങ്ങളായി വർദ്ധിക്കുമെന്നുള്ളതാണ്. അതായത്
അതായത് മൊത്തം ദക്ഷിണേന്ത്യൻ എംപിമാരുടെ പ്രാതിനിധ്യം ഉയരുമെന്നുള്ളതാണ്. അതുവഴി ജനാധിപത്യത്തിൽ കൂടുതൽ ശക്തമായി ഇടപെടുവാൻ ജനപ്രതിനിധികൾക്കാവുമെന്നുള്ളതായിരുന്നു ഇന്നലെ അമിത്ഷാ ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും പ്രതിപക്ഷം ഇതിനെ രാഷ്ട്രീയ കോലുകൊണ്ട് തന്നെയാണ് അളക്കുന്നത്. അതായത് ഇതിൽ ഒരു തരത്തിലുള്ള ക്രെഡിറ്റും ഭരണപക്ഷത്തിന് പോകരുത് എന്നുള്ള രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടി തന്നെ ഈ ബില്ലിനെ ശക്തിയുക്തം പ്രതിപക്ഷം എതിർക്കുകയാണ്. സ്വാഭാവികമായും ആ എതിർപ്പ് വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന വോട്ടെടുപ്പിലും പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഗൗതം. ഓക്കെ നന്ദൻ, എന്തായാലും വൈകിട്ട് 4 മണിക്കാണ് ലോക്സഭയിൽ ഈ ബില്ലുകളുമായി ബന്ധപ്പെട്ടുള്ള വളരെ നിർണായകമായ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. അപ്പോൾ 3/2 ഭൂരിപക്ഷം വേണം. പ്രതിപക്ഷ പാർട്ടികൾ എന്ത് നിലപാടാണ് ഈ വോട്ടെടുപ്പിൽ സ്വീകരിക്കുക എന്നത് നിർണായകമാകും. ഇന്ത്യ സഖ്യം ഈ ബില്ലിനെ എതിർക്കുന്നുണ്ട്. ഒരുപക്ഷേ ഇന്ത്യ സഖ്യവുമായി അത്ര സ്വരച്ചേർച്ച ഇല്ലാത്ത ചില പ്രതിപക്ഷ പാർട്ടികളുണ്ട്. അവരുടെ പിന്തുണയാകും ഈ ബില്ലിന്മേൽ NDA തേടുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വൈകിട്ട് 4 മണിക്ക് വോട്ടെടുപ്പ് നടക്കുമ്പോൾ നമുക്ക് ഈ ബില്ല് പാസ്സാകുമോ അതോ തള്ളിപ്പോകുമോ എന്നെ സംബന്ധിച്ചൊരു വ്യക്തത ലഭ്യമാകും. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാർ കൊണ്ടുവന്ന എല്ലാ ബില്ലുകളും പാർലമെന്റിൽ പാസ്സാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ മുൻപ് ചില ബില്ലുകൾ പാസ്സാകുമോ എന്ന ചോദ്യചിഹ്നമൊക്കെ ഉയർന്നിരുന്നുവെങ്കിൽ നമുക്ക് CAA കാര്യമൊക്കെ ഓർമ്മയുണ്ട്. ആ സമയത്ത് രാജ്യസഭയിൽ NDAക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രതിപക്ഷത്ത് നിന്ന് തന്നെ ചില പാർട്ടികൾ വളരെ പെട്ടെന്ന് ആ ബില്ലിനെ അനുകൂലിച്ചതുകൊണ്ടാണ് CAA ഉൾപ്പെടെയുള്ള ബില്ലുകൾ പാസ്സായത്. അപ്പോൾ സ്വാഭാവികമായും നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ബില്ലുകളൊന്നും തന്നെ തള്ളിപ്പോയിട്ടില്ല എന്നതുകൊണ്ട് ഈ നിർണായകമായ ബില്ലും പാർലമെന്റിൽ പാസ്സാക്കുമെന്ന് തന്നെയാണ് ഭാരതത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. S. നന്ദഗോപനാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേർന്നത്.